നിന്നെ കുറ്റം പറയാനോ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ചിരിക്കാനോ ഒന്നുമല്ല ഞാൻ വന്നത്. നമ്മുടെ ചെറിയ പ്രായത്തിൽ നമുക്ക് ഓരോ മണ്ടത്തരങ്ങളൊക്കെ പറ്റും. മണ്ടത്തരങ്ങൾ എന്നല്ല, എടുത്തിയാട്ടം, അങ്ങനെയാ ശരിക്കും പറയേണ്ടത്. നമ്മളൊക്കെ മനുഷ്യരല്ലേ, അതൊക്കെ ഇടയ്ക്ക് സംഭവിക്കും. നിന്റെ പ്രായത്തിൽ ശരിക്കും ഇതിലും വലിയ മണ്ടത്തരങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അതിൽ നിന്നൊക്കെ ഒരു പാഠം മനസ്സിലാക്കി ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചിട്ടേ ഉള്ളൂ. കയ്യിൽ കാശില്ലാതെ നീ ഇതുവരെയായിട്ടും ജീവിച്ചിട്ടില്ല. അങ്ങനെ ബുദ്ധിമുട്ടുമ്പോഴാണ് നമ്മൾ പലതും പഠിക്കുന്നതും പലതും രണ്ടാമത് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എനിക്കൊരു കാര്യം നിന്നോട് പറയാനുള്ളൂ. നീ നിന്റെ പഠിത്തം മുടക്കരുത്. ഏതെങ്കിലും ഒരു ഹോം സ്റ്റേ നടത്തി തീർക്കാനുള്ളതല്ല നിന്റെ ജീവിതം. PhD കഴിഞ്ഞിട്ട് അമേരിക്കയിൽ പോയി പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ചെയ്യാൻ സ്വപ്നം കണ്ടവനാ നീ. എൻ്റെ മുന്നാന്ന് മറക്കരുത് കേട്ടില്ല? ഫ്രെഡി ഒരു പാവമായിരുന്നു. ആർക്കും എളുപ്പത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന ഒരുത്തൻ. അപ്പൻ ഒരു ദുഷിച്ച ചിന്തയുടെ വിത്ത് അവന്റെ മനസ്സിൽ പാകിയിട്ടു. എന്തുപറ്റി ഫ്രെഡി? ഒന്നുമില്ല, ഞാനൊരു കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു. കാശിന്റെ കാര്യമല്ലേ? എനിക്കറിയാം. നമ്മുടെ ലൈസൻസിന്റെ ഇഷ്യൂ ഇപ്പൊ തീരും. അതാ ബ്ലൂ ലഗൂൺ ഹോട്ടലുകാരൻ തൽക്കാലത്തേക്കൊന്നും ഉടക്കു വെച്ചല്ലേ, അത് ഉടനെ മാറും. ഫ്രെഡിക്ക് വയസ്സായ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. തലയൊക്കെ നരച്ച് താടിയൊക്കെ വന്ന്. അന്ന വിചാരിച്ചെടുത്ത കാര്യങ്ങളൊന്നുമില്ല. അവരുടെ പാരഡൈസ് വില്ലയുടെ ലൈസൻസ് ഇഷ്യൂ ക്ലിയർ ആകാതെ നീണ്ടു. ദാരിദ്ര്യം അവരെ ശരിക്കും ബാധിച്ചു. സൗകര്യങ്ങളുടെ നടുവിൽ ജനിച്ചു വളർന്ന ഫ്രെഡിക്ക് അന്നയുടെ ഈ പുതിയ ലോകം അപരിചിതമായിരുന്നു. അവൻ എപ്പോഴൊക്കെ വിഷമിച്ചോ അപ്പോഴൊക്കെ അവനെ സന്തോഷിപ്പിക്കാൻ അന്ന തന്നാലാവുന്നത് ശ്രമിച്ചു. എത്രയായിട്ടാ? 2 നാട്ടിൽ പോയി അപ്പനോട് ചോദിച്ചാൽ പോരെ മോനെ, മോനിതിൻ്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? അതായിരുന്നു അന്ന. അവൾ എല്ലാത്തിനെയും നേരിട്ടത് പുഞ്ചിരി കൊണ്ട് മാത്രമായിരുന്നു. എല്ലാം കലങ്ങി തെളിയുന്ന ഒരു കാലം അവൾ സ്വപ്നം കണ്ടു. ഫ്രെഡിക്ക് ഡെസർട്ടേഷൻ സബ്മിറ്റ് ചെയ്ത് വൈവ ഡിഫെൻഡ് ചെയ്യാനുള്ള സമയമായി. അവൻ അന്നയോട് യാത്ര പറഞ്ഞ് 6 മാസത്തേക്ക് മദിരാശിയിലേക്ക് യാത്രയായി. എന്തൊരു മുറിയാടാ ഫ്രെഡി ഇത്? നീ എങ്ങനെ ഇവിടെ?
ഞങ്ങൾക്ക് ഇവിടെ വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നിന്നെയും കൂടെ വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. മാർഗരറ്റ് ഇവിടെയാ MTക്ക് പഠിക്കുന്നത്. മാർഗരറ്റ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിനക്കിടയ്ക്ക് അവളെ പോയി ഒന്ന് കണ്ടാലെന്നാ? ജീവിതത്തിൽ ആദ്യമായി ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ടിരുന്ന ഫ്രെഡിയുടെ മനസ്സ് ചെറുതായി ഒന്ന് ചാഞ്ചാടി തുടങ്ങി. അന്നയുടെ കത്തുകൾ നിരന്തരം ഫ്രെഡിയെ തേടി മുടക്കമില്ലാതെ എത്തിക്കൊണ്ടിരുന്നു. സാറ് നോക്ക്, നല്ല പനിയ. കാഷ്വാലിറ്റി എവിടെയാ? അങ്ങോട്ട് പോകും. സിസ്റ്ററെ, എന്ത് പറ്റിയത്? മോൾക്ക് ഇന്ന് രാവിലെ മുതൽ നല്ല പനിയാ. 2 ദിവസമായിട്ട് കഴിക്കുന്നതൊക്കെ ഛർദ്ദിക്കുക. എന്താണെന്നറിയില്ല ഡോക്ടറെ. എൻ്റെ മോൾക്ക് എന്താ പറ്റിയത്? എന്ത് ചെയ്യും പിതാവേ? സെമിത്തേരിയിൽ പോലും സ്ഥലം തികയാത്ത അവസ്ഥയാണ്. മിക്കവാറും എല്ലാ തീരദേശങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ പറയൂ. ബാക്കിയൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അതുമാത്രമേ ഇനി നമുക്ക് ചെയ്യാനുള്ളൂ. ഫ്രെഡി, നാട് മുഴുവൻ പകർച്ചപ്പനി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ നിന്ന നിൽപ്പിൽ മരിച്ചു വീഴുന്നു എന്നാണ് അനീറ്റ സിസ്റ്റർ പറഞ്ഞത്.